ഭക്തിനിർഭരമായ കാത്തിരിപ്പിന് വിരാമം. ചരിത്രപ്രസിദ്ധമായ അരൂർ വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് ഗന്ധർവസ്വാമിക്ക് പള്ളിക്കാപ്പ് ചാർത്തലോടുകൂടി ആരംഭം കുറിക്കുന്നു. 1201 ആണ്ടിലെ ഈ പുണ്യ മഹോത്സവം 2026 മാർച്ച് 4 മുതൽ 8 വരെ നടക്കുന്നു. 5 നാളുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ: ഗന്ധർവക്കളം, സർപ്പക്കളം, മഹാദീപാരാധന, മറിവിളക്കെഴുന്നള്ളിപ്പ്, പ്രൗഢഗംഭീരമായ 27ഓളം ഗരുഡ വാഹനം എഴുന്നള്ളിപ്പ്, വർണ്ണാഭമായ താലപ്പൊലി, അങ്ങനെ വിശേഷപ്പെട്ട ചടങ്ങുകളാൽ അരൂർ ഭക്തിസാന്ദ്രമാകും. കൂടാതെ മാർച്ച് 15-ന് ഐശ്വര്യദായകമായ 7ാം പൂജയും വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ സ്വാമിയുടെയും ശ്രീ ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹം തേടി നമുക്കൊന്നിക്കാം. ഭക്തിയും കലയും ഒത്തുചേരുന്ന ഈ മഹാമഹത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുമ്പളങ്ങി പഞ്ചായത്ത് 2026-27 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കുമ്പളങ്ങി പഞ്ചായത്ത് 2026-27 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പ്രാരംഭ ബാക്കി ഉൾപ്പെടെ 2026-27 ആകെ പ്രതീക്ഷിത വരവായി 46,22,61,362 രൂപയും 38,37,47,481 രൂപ ചെലവും 7,85,13,881 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന വിസ്മയ ബഡ്ജറ്റാണ് ഈ ഭരണസമിതി അവതരിപ്പിക്കുന്നതെന്ന് കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി പറഞ്ഞു. പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്തിട്ട് 2 മാസക്കാലം പിന്നിടുകയാണ്. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ കന്നി ബഡ്ജറ്റാണ് ഇന്ന് വൈസ് പ്രസിഡന്റ് മാർഗരറ്റ് ലോറൻസ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും വളരെയധികം പ്രതീക്ഷയും പ്രത്യാശയുമായിട്ടാണ് ഈ പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്ത് വന്നിട്ടുള്ളത്. നമുക്കറിയാം 25 ഏപ്രിൽ 1-നാണ് കെ സ്മാർട്ട് നിലവിൽ വന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട്, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, കെ സ്മാർട്ട് വഴി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് എന്നുള്ള ഒരു പുതുമ കൂടി ഈ ബഡ്ജറ്റിനുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ കുറവുകളും ഇക്കാര്യത്തിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2 മാസക്കാലം കൊണ്ട്, ഭരണം ഏറ്റെടുത്ത് 2 മാസക്കാലം കൊണ്ട് വളരെ വേഗത്തിൽ തയ്യാറാക്കിയ ഒരു ബഡ്ജറ്റ് എന്നുള്ള നിലയിലുള്ള ഒരു പോരായ്മയും ഈ ബഡ്ജറ്റിൽ ഉണ്ടാകാം. എന്നാലും കഴിവിന്റെ പരമാവധി എല്ലാ വിഭാഗം ആൾക്കാരുമായി ചർച്ച ചെയ്ത് നമ്മുടെ ഗ്രാമസഭകൾ കൂടി, കൂടാതെ വർക്കിംഗ് ഗ്രൂപ്പുകൾ കൂടി, ആസൂത്രണ സമിതി കൂടി, അതിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും കൂടി കണക്കിലെടുത്താണ് ഈ ബഡ്ജറ്റ് മുഴുവൻ അംഗങ്ങളുടെയും ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ബഡ്ജറ്റ് ഇന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചത്. നമുക്കറിയാം, വളരെ പ്രതീക്ഷ എന്ന് പറഞ്ഞ ടൂറിസം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഇക്കാര്യത്തിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണത്തിൽ ഒരു പുതിയ മാനം കൊണ്ടുവന്ന് ക്ലീൻ വില്ലേജ് ആക്കുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ മുഖ്യ ലക്ഷ്യം. അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും വികസനം കൊണ്ടുവരികയും നികുതി ഇതര വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുമ്പളങ്ങി പഞ്ചായത്തിന്റെ മറ്റ് മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും വരാൻ പോകുന്ന അടുത്ത 5 വർഷത്തിനുള്ളിൽ സ്വരാജ് ട്രോഫി കരസ്ഥമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും കൂടുതൽ ഉന്നമനത്തിനുള്ള ക്ഷേമ പദ്ധതികളിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. കുമ്പളങ്ങിയെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഓരുവെള്ള ഭീഷണിയാണ്. നിലവിൽ ഓരുവെള്ള ഭീഷണി നേരിടുന്നത് താൽക്കാലികമായിട്ട് ഏകദേശം 18 ബണ്ടുകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഇതിന് പരിഹാരം താൽക്കാലികമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പെർമനന്റ് സംവിധാനം ആലോചിക്കുകയും കമ്മിറ്റി ചർച്ച ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് പെർമനന്റ് ചീപ്പ് സ്ഥാപിച്ചുകൊണ്ട് അതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതോടൊപ്പം തന്നെ വലിയ സ്ഥലങ്ങളിൽ സ്ലൂയിസ് നിർമ്മിക്കുവാനും ഇറിഗേഷൻ വകുപ്പുമായി സഹകരിച്ച് സ്ലൂയിസുകൾ നിർമ്മിക്കുവാനുള്ള പദ്ധതിക്കും നമ്മൾ ഈ ബഡ്ജറ്റിൽ രൂപം നൽകുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ നമുക്ക് എക്കലുകൾ, ഈ കായലിലെ എക്കലുകൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്താൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാനായിട്ട് കഴിയുള്ളൂ. അല്ല എങ്കിൽ വിദൂര ഭാവിയിൽ കുമ്പളങ്ങി മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇത് സർക്കാരിന്റെയും കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടുകൂടി ഇത് നീക്കം ചെയ്ത്
സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യമാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ ചെയ്ത പോലെ തന്നെ മാനുവലായിട്ട് വള്ളങ്ങളിൽ ചെളി കോരി ഇവിടുത്തെ തെങ്ങുകൾക്ക് മറ്റേ പൂർവികർ ചെയ്തിരുന്ന പോലെയുള്ള പ്രവർത്തനം കൂടി ഈ അവസരത്തിൽ ചെയ്യണമെന്നൊരാഗ്രഹം, അതിനുള്ള ഒരു അനുമതിക്കായിട്ട് സർക്കാരിനെ സമീപിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വന്നതിന് ശേഷം ക്ലീൻ വില്ലേജ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മളൊരു വൺ ഡേ ക്ലീൻ ഡ്രൈവ് ഇവിടെ സംഘടിപ്പിച്ചു. അതൊരു സ്ഥിരം സംവിധാനമാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീകൾ, അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇതൊരു സ്ഥിരം സംവിധാനമാക്കുന്നതിനെ കുറിച്ചാണ് പഞ്ചായത്ത് ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഒരു വാർഡ് തലത്തിൽ ഇതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അതിനേക്കാൾ ഉപരി സ്കൂൾ കുട്ടികളുടെ തലത്തിൽ തന്നെ സ്കൂൾ കുട്ടികളിൽ തന്നെ അവബോധം വളർത്തി ഈ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിന്റെ പ്രക്രിയയുടെ ഭാഗമായിട്ട് അവർക്ക് ഒരു അവയർനെസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. അതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം അതിന്റെ തുടക്കം എന്നാലും മുൻ ഭരണസമിതി തുടങ്ങിവെച്ച ഒരു പദ്ധതിയാണ് ഒരു കളിമൺ ശില്പശാല സംഘടിപ്പിച്ചത്. ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റും പ്രകൃതിയുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള ഒരു അവയർനെസ് കൊടുക്കാനായിട്ടാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ നമ്മുടെ മാലിന്യ സംസ്കരണത്തിന് സ്കൂൾ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുകയും അതിനുവേണ്ടി അവർക്ക് സ്കോളർഷിപ്പ് നടക്കുന്ന ഒരു പദ്ധതിയും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഏറ്റവും മനോഹരമായ കുമ്പളങ്ങിയിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് എന്ന നിലയിൽ ഇവിടുത്തെ കൂടുതൽ ഹോം സ്റ്റേകളിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഹോം സ്റ്റേ തുടങ്ങിയാണെങ്കിൽ അവർക്ക് സഹായങ്ങൾ നൽകാനുള്ള ഒരു പദ്ധതി, അതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഹോം ഷെഡ് പദ്ധതി. നമുക്കറിയാം, വരുന്ന ടൂറിസ്റ്റുകൾക്ക് എല്ലാ വിഭവങ്ങളും ഒരു വീട്ടിൽ തന്നെ ഒരുക്കുന്ന പദ്ധതി. അത് നമുക്കറിയാം, കാർഷിക ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ടാണ്. മറ്റു മേഖലയിൽ നമ്മുടെ ഭക്ഷണങ്ങളടക്കം എല്ലാം തന്നെ ഒരു സ്ഥലത്ത് ക്രോഡീകരിക്കുന്ന ഹോം ഷെഡ് പദ്ധതി സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഇത് ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു മേഖലയിലേക്ക് ഏറ്റവും മനോഹരമായ കണ്ടക്കടവ് റോഡ്, അത് ഒരു കുമ്പളങ്ങിയുടെ സ്ട്രീറ്റ് വൈബ് സ്ട്രീറ്റാക്കി മാറ്റുകയും അവിടെ വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ വളരെ മനോഹരമായിട്ട് അവിടെ വന്ന ടൂറിസ്റ്റുകൾ വരികയും അവിടുത്തെ ഭക്ഷണങ്ങൾ, കുമ്പളങ്ങിയുടെ തനത് ഭക്ഷണങ്ങൾ രുചിക്കുവാനും അതുപോലെ തന്നെ ആസ്വദിക്കുവാനും, അതോടൊപ്പം തന്നെ മൈഗ്രേറ്റഡ് ബേർഡ്സ്, നമുക്കറിയാം പക്ഷി നിരീക്ഷണത്തിനായിട്ട് വന്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചില കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും ഫെബ്രുവരി, മാർച്ച്, ജൂൺ മാസങ്ങളിലായിട്ട് വരുന്ന മൈഗ്രേറ്റഡ് ബേർഡ്സ് വളരെയധികം വരുന്ന ഒരു സ്ഥലമാണ്. അത് ടൂറിസ്റ്റുകളെ വളരെയധികം ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിരീക്ഷിക്കുന്നതിന് ഒരു പക്ഷി നിരീക്ഷണ ടവർ സ്ഥാപിച്ചുകൊണ്ട് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പദ്ധതിയുണ്ട്. 1.5 കിലോമീറ്റർ വരുന്ന ഫാം റോഡ്, ആഞ്ഞിലിത്തറയിലേക്ക് വരുന്ന ഫാം റോഡ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽ പെടുത്തി അത് മനോഹരമാക്കി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോഡാക്കി, ഒരു പർദീസയാക്കി, ടൂറിസ്റ്റുകളുടെ ഒരു പർദീസയാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിലിടുന്നുണ്ട്. അങ്ങനെ സമസ്ത മേഖലയിലും വയോധികർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ടൂറിസത്തിന് വേണ്ടി വെബ്സൈറ്റുകൾ തുടങ്ങുക, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പൊതുസ്ഥലങ്ങളിൽ വൈഫൈ ഫ്രീ ആയിട്ട് കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ഒരു ബഡ്ജറ്റാണ്. അടുത്ത 5 വർഷം കൊണ്ട് ഇത് പൂർണ്ണമായിട്ട് നമുക്കറിയാം, സ്വരാജ് ട്രോഫി വാങ്ങുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിന്റെ മുന്നോടിയായിട്ട് തന്നെ ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ നാട്ടിലെ എല്ലാവരുടെയും ഒരു സഹകരണം ഇക്കാര്യത്തിൽ കിട്ടുന്നുണ്ട്. ഭരണ പ്രതിപക്ഷ ഭേദമെന്ന ജാതി വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരുടെയും ഒരു സഹകരണവും എതിർപ്പുകളെല്ലാം മാറ്റി സഹകരണ മനോഭാവത്തോടുകൂടി എല്ലാവരെയും കൂട്ടി ഒന്നിച്ച് കുമ്പളങ്ങിയെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. ക്ലീൻ കുമ്പളങ്ങി, ഗ്രീൻ കുമ്പളങ്ങി സ്ത്രീകൾ സംരംഭകയായുള്ള സംസ്ഥാനത്തെ ആദ്യ ഷീ ഹോം സ്റ്റേകൾ, ന്യൂനത സ്ത്രീ സംരംഭമായ ഹോം ഷെഡ്, കൊച്ചി കോർപ്പറേഷന്റെ സഹകരണത്തോടെ ശാശ്വതമായ തെരുവ് നായ ശല്യ പരിഹാരം, കുമ്പളങ്ങി പാർക്കിന് സമീപം ഓക്സിജൻ പാർക്ക്, കുമ്പളങ്ങി കണ്ടക്കടവ് റോഡ് നവീകരിച്ച കുമ്പളങ്ങി നൈറ്റ്സ് വൈബ് സ്ട്രീറ്റ്, കുമ്പളങ്ങി കവറിംഗ് ഫെസ്റ്റ് ടൂറിസം ഫെസ്റ്റ് പദ്ധതി, സാമൂഹിക സുരക്ഷയുടെ ഭാഗമായി കണ്ണു തുറന്ന കുമ്പളങ്ങി എന്ന പദ്ധതി, സമ്പൂർണ്ണ നികുതി സമാഹാരത്തിന്റെ ഭാഗമായി നികുതി നൽകും നീതിമാനാകുമെന്ന പദ്ധതി, കാർഷിക ഗ്രാമ പദ്ധതി, എൽഡേഴ്സ് ക്ലബ്,
സിനിമാ ഷൂട്ടിംഗിന് അനുയോജ്യമായ ഷൂട്ട് കുമ്പളങ്ങി തുടങ്ങിയ നൂതനമായ പദ്ധതികളാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഗരറ്റ് ലോറൻസ് അവതരിപ്പിച്ച ബഡ്ജറ്റ്. ഈ ഒരു 2 മാസ കാലയളവിനുള്ളിൽ ഞങ്ങൾ ജയിച്ചു വന്നിട്ട് ഇതിനെപ്പറ്റി വിശദമായി എന്താണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥാനം എന്നുപോലും നമുക്ക് കൃത്യമായി നിർവചിക്കാൻ പോലും സാഹചര്യം ഇല്ലാത്തൊരു അവസ്ഥയിലാണ് 2 മാസ കാലഘട്ടമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു പരിമിതമായ കാലഘട്ടത്തിൽ തന്നെ ഇത്രയും നല്ലൊരു വിപുലമായ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഈ പുതിയ ഭരണസമിതിയുടെ അംഗീകാരമായിട്ട് ഞാനിവിടെ അഭിനന്ദിക്കുകയാണ്. എന്തായാലും ടൂറിസം ഗ്രാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിനെ ടൂറിസത്തിന്റെ വിവിധ മേഖലകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ഒരു കൊച്ചു കുമ്പളങ്ങി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഓരുവെള്ളവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുകൂടി കുറച്ചുകൂടി കൃത്യമായ രീതിയിലേക്ക് അതിന് വിപുലമായ രീതിയിൽ പഞ്ചായത്ത് ഫണ്ടുകളൊന്നും നമുക്ക് സാധിക്കില്ല, എന്നാൽ പോലും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം എന്നുകൂടി ഈ ഒരു ബഡ്ജറ്റിന്റെ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഇതുവരെ നമ്മുടെ പഞ്ചായത്ത് നടത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. അതിൽ നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും ഭരണസമിതിക്കും ഉൾപ്പെടെ പഞ്ചായത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മളെല്ലാ വീടുകളിലേക്കും ബയോഗ്യാസ് പ്ലാന്റ് നൽകുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോഴും അത് നമ്മുടെ നിലവിലുള്ള വീടുകളുടെ അല്ലെങ്കിൽ സ്ഥലപരിമിതിയുടെ ഭാഗമായിട്ട് ഒരു പകുതി പ്രദേശത്ത് പോലും വീടുകളിൽ പോലും നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ നമുക്ക് ഈ ജൈവ മാലിന്യ സംസ്കരണം, നമ്മളിപ്പോൾ ഈ ഇറച്ചി മാലിന്യങ്ങൾ കൊച്ചി കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജൈവമാലിന്യ സംസ്കരണം, വീടുകളിൽ നിന്ന് ലഭ്യമാകുന്ന ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് കൂടിയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു തിരുത്തലുണ്ടാവണം എന്ന് പറയുന്നു. പിന്നെ ഈ ബജറ്റിൽ ആരോഗ്യമേഖലയെപ്പറ്റി പ്രതിപാദിച്ചിട്ടേയും അത് വളരെ ഏറ്റവും വലിയ ന്യൂനതയായിപ്പോയി. ബഹുമാനപ്പെട്ടാലും ചർച്ചയിൽ വരുന്നു, നമ്മൾ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചർച്ചയിൽ വരേണ്ടതാണ്. ഈ വർഷത്തെ ബഡ്ജറ്റ് 2026-27 ബഡ്ജറ്റ് കുമ്പളങ്ങിയെ സംബന്ധിച്ചോളം എടുത്തു പറയുന്ന ഒരു നല്ല ബഡ്ജറ്റാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചില പോരായ്മകൾ ഉണ്ടെങ്കിലും അത് സമയബന്ധിതമായിട്ട് തീർക്കാൻ വേണ്ടി പെട്ടെന്ന് എടുത്ത തീരുമാനങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് നമ്മൾ ഈ വർഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അതായത് കുമ്പളങ്ങി എന്ന ടൂറിസം ഗ്രാമത്തിന് ബ്രാൻഡ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ഈ ബഡ്ജറ്റിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുകയാണ്. അതോടൊപ്പം സ്ത്രീകൾക്ക് ഒട്ടേറെ സ്വയം തൊഴിലിനാകട്ടെ മെൻസ് കപ്പ് അതുപോലുള്ള സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ആയോധന കലകൾ, അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് ലഹരിക്കെതിരെ സ്കൂൾ കുട്ടികൾക്കുള്ള ബോധം 2026-27 കാലഘട്ടത്തിലേക്കുള്ള ബഡ്ജറ്റാണ് ഇവിടെ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചത്. എല്ലാം ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയും നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അത് നമ്മുടെ പൈസ കുറവ് മൂലമാണ് നമ്മൾ ബഡ്ജറ്റ് ചുരുങ്ങിപ്പോയത്. ഒരുപാട് ആവശ്യങ്ങൾ ഇനിയും നമുക്ക് നിറവേറ്റാനുണ്ട്. പിന്നെ നിങ്ങളുടെ ചർച്ചയും വിപുലമായ രീതിയിൽ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ. ഇത് ഞങ്ങളുടെ ആദ്യ ബഡ്ജറ്റാണ്. ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ഇതിൽ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. പുതിയ നൂറ്റാണ്ടിൽ നാം 25 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഒരു പുതുയുഗം. ഈ പുതുയുഗത്തിൽ വിസ്മയങ്ങൾ വരും അടുത്ത 5 വർഷം കൊണ്ട്. കുമ്പളങ്ങിയെ ഉദാത്തമായ നിലയിലേക്ക് വളർത്തുകയാണ് നയം. വികസനം, ക്ഷേമം, കാരുണ്യം, ഇതാണ് ലക്ഷ്യം. 2025 ഏപ്രിൽ 1 മുതൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും കെ സ്മാർട്ട് നിലവിൽ വന്നു. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കെ സ്മാർട്ട് വഴിയാണ് 26-27 ബഡ്ജറ്റ് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിക്കുന്നത്. സർക്കാർ ഗ്രാൻഡും തനത് വരുമാനവുമാണ് നമ്മുടെ സ്രോതസ്സുകൾ. അവ കൊണ്ട് മാത്രം. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.